ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് 1828. ആദ്യം ഇത് ബ്രഹ്മസഭ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 1830 തൊട്ട് ഇത് ബ്രഹ്മസമാജം എന്ന് അറിയപ്പെട്ടു. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. സതി നിർത്തലാക്കാൻ മുൻകൈയെടുത്ത സാമൂഹ്യ പരിഷ്കർത്താവും രാജാറാം മോഹൻ റോയിയാണ്. മീററ്റ് ഉൽ അക്ബർ എന്ന പത്രം ആരംഭിച്ചത് രാജാറാം മോഹൻ റോയിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, സതി നിർത്തലാക്കാൻ മുൻകൈയെടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ്, മീററ്റ് ഉൽ അക്ബർ എന്ന പത്രം ആരംഭിച്ചതും രാജാറാം മോഹൻ റോയിയാണ്. ബ്രഹ്മസമാജത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആരംഭിച്ച പത്രം സംവാദ് കൗമുദി. അതിൻ്റെ ആദ്യ പത്രാധിപൻ രാജാറാം മോഹൻ റോയിയാണ്. ഈ പത്രം ബംഗാളി ഭാഷയിലാണ് എഴുതിയത്. സംവാദ് കൗമുദി ബംഗാളി ഭാഷയിലാണ് എഴുതിയത്. രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിൻ്റെ നേതൃത്വം, അതായത് ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ് ചന്ദ്രസൻ, ദേവേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരാണ്. 1866 ബ്രഹ്മസമാജം രണ്ടായി പിളർന്നു. 1866 ബ്രഹ്മസമാജം രണ്ടായി പിളർന്നു. അതായത് ആദ്യ ബ്രഹ്മസമാജമെന്നും ഭാരതീയ ബ്രഹ്മസമാജമെന്നും. ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ് ചന്ദ്രസൻ. ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മോധർമ്മ. ഇത് രചിച്ചത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. ബ്രഹ്മോധർമ്മയാണ് ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. ഇത് രചിച്ചത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. ഇത് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഇത് ബ്രഹ്മസമാജത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് രചിച്ച കൃതിയാണ്. ബ്രഹ്മസമാജത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് രചിച്ച കൃതിയാണ് ഇത്. രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടന തത്വബോധിനി സഭ 1839. ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രശസ്തനായ മകൻ രവീന്ദ്രനാഥ ടാഗോർ. ആദ്യമായി ഏഷ്യയിൽ നോബൽ സമ്മാനം നേടിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനം എഴുതിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശീയഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹം ആദ്യം ഇത് ബംഗാളി ഭാഷയിലാണ് ആദ്യം എഴുതിയത്. ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ചത് തത്വബോധിനി പത്രിക എന്ന ബംഗാളി മാസികയിലാണ്. നവോത്ഥാനത്തിൻ്റെ ലിയോനാർഡോ ഡാവിൻസി എന്നറിയപ്പെടുന്നത് രവീന്ദ്രനാഥ ടാഗോറിനെയാണ്. രവീന്ദ്രനാഥ ടാഗോറിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് 1913. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന കവിതാ സമാഹാരത്തിനാണ് 1913. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ. ബ്രഹ്മത്വത്തെ ഹിന്ദുമതത്തിൻ്റെയും ക്രിസ്ത്യൻ മതത്തിൻ്റെയും സവിശേഷതകൾ ചേർത്ത് ഒരു പുതിയ ദർശനമായി, അതായത് നവവിധാൻ, അവതരിപ്പിച്ചത് കേശവ് ചന്ദ്രസൻ. ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് കേശവ് ചന്ദ്രസൻ 1870. സാധാരൺ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത് ആനന്ദ മോഹൻ ബോസ്, ശിബ് ചന്ദ്ര ദത്ത്, ശിവനാഥ് ശാസ്ത്രി. രാജാറാം മോഹൻ റോയ് ജനിച്ചത് ബംഗാളിലെ രാധാനഗറിൽ 1772. ഇന്ത്യൻ സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി. പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആചാര്യ വിനോബ ഭാവെ. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആചാര്യ വിനോബ ഭാവെ. സ്വാമി വിവേകാനന്ദനെ ആധുനിക
ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ പേര് നരേന്ദ്രനാഥ ദത്ത. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ചിക്കാഗോയിൽ നടന്ന ലോകമത സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദൻ 1893. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ.